ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചെയ്തു നമ്മോടൊപ്പം. ഹാഷ്മി, നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആശങ്കയുള്ള ഒരു 3 കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇനി കണ്ടെത്താനുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ ആ മേഖല, പ്രത്യേകിച്ചും ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖലയിലുള്ള ഈ ചുരൽമല, അതോടൊപ്പം തന്നെ അട്ടമല, ഈ പറയുന്ന നമുക്കെന്താണ് ഇന്ന് രാവിലെ കണ്ട ഈ പടവെട്ടിമല, ഈ മേഖലയിലൊക്കെ തന്നെ ഏതൊക്കെ വീടുകളുണ്ടായിരുന്നു, ആ വീടുകളിലെ താമസക്കാർ എത്രയാണ് എന്ന് അവിടുത്തെ പഞ്ചായത്തിന് ബോധ്യമുണ്ട്, അവരുടെ എണ്ണം കൃത്യമായുണ്ട്. പക്ഷേ അതല്ലാതെ ആ പാടി മേഖലയിൽ, ആ ലയങ്ങളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ എത്ര പേരുണ്ട് എന്നതിൻ്റെ യഥാർത്ഥ കണക്ക് അവ്യക്തമാണ് എന്ന് അധികൃതർ തന്നെ പറയുന്നു. അവരെവിടേക്കാണ് പോയത്, അവരെവിടെയാണുള്ളത്, അതൊന്നും നമുക്കറിയില്ല. ഈ പറയുന്ന 200-200-ലധികം ആൾക്കാരെ കാണാതെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അനൗദ്യോഗികമായത് 400-ന് മുകളിലാണ് എന്ന വാർത്ത കൂടിയുണ്ട്. അപ്പോൾ ഇവർക്കുള്ള തിരച്ചിൽ ഇനി എങ്ങനെയാണ്? അതൊന്ന്. മറ്റൊന്ന്, ചാലിയാറിലെ സ്ഥിതിയാണ്. നമുക്കറിയില്ല ഇനിയും എവിടെയൊക്കെ ആരൊക്കെ ഒഴുകി നടക്കുന്നുണ്ട്, അതൊക്കെ എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് വന്ന് അടിയുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും അങ്ങനെ പറയേണ്ടിയിരിക്കുന്നത് വലിയ ദൗർഭാഗ്യകരമായ കാര്യവുമാണ്, നമ്മളെ വിഷമപ്പിടിക്കുന്ന കാര്യവുമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ വിജയകുമാർ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഈ മേഖലയുടെ ഒരു പുനർനിർമ്മാണം അതിന് സാധ്യമാണോ? അവിടെ പുനരധിവാസം സാധ്യമാണോ? ഇപ്പോൾ ഒരു നാട് എന്ന നിലയിൽ അതിനെ വിളിക്കാൻ പറ്റില്ല. ആ ഒരു വലിയ എന്താണ് പറയുക, നരകസമാനമായ രീതിയിൽ ആ നാട് ഒന്നാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ അധികൃതർ എങ്ങനെയായിരിക്കും ഇനി ഇടപെടുക? ഹാഷ്മി. ഉറപ്പായും അത്തരം ചോദ്യങ്ങൾ, അത്തരം അവ്യക്തതകൾ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദീനവിലാപങ്ങളൊക്കെ നാടിങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിടിഞ്ഞ് നാടിങ്ങനെ മൂകമായി നിൽക്കുന്ന വല്ലാത്ത മണിക്കൂറുകൾ തന്നെയാണ്, വല്ല ദിവസങ്ങൾ തന്നെയാണ് പ്രജിൻ. അത് ഏറ്റവും വലിയ ആശങ്ക ഇങ്ങനെ കുത്തനെ ഉയരുന്ന മരണം തന്നെയാണ്. 319 എന്നൊക്കെ പറയുന്നത് നമുക്ക് അചിന്ത്യമായ, നമ്മുടെ അടുത്ത കാലത്തെ ഓർമ്മകളൊന്നും ഇല്ലാത്ത, ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ ഉണ്ടാവരുതാത്ത വല്ലാത്ത ഒരു ചോര പുരണ്ട മരണക്കണക്കാകുന്നു 319 എന്നുള്ളത്. അത് പിന്നെയും ഉയരും എന്ന സൂചന തന്നെയാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ദീപക് ധർമ്മടമായി സംസാരിക്കുമ്പോൾ ദീപക് ചോദിക്കുന്നുണ്ട്, മരണസംഖ്യ എത്രത്തോളം ഉയർന്നേക്കാം ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാൻ കഴിയില്ല, പക്ഷേ മരണസംഖ്യ ഉയരും എന്ന് മന്ത്രി തന്നെ പറയുന്നു. നമ്മളെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയുന്നവരാണ് മന്ത്രി. മാത്രമല്ല, ഇന്ന് ADGP MR അജിത് കുമാർ ദീപകുമായി സംസാരിക്കുമ്പോൾ ഈ കാണാതായവരുടെ കണക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് MR അജിത് കുമാർ പറയുന്നത് 300-ന് മുകളിൽ എന്നുള്ളതാണ്. നേരത്തെ ആദ്യത്തെ സർക്കാർ കണക്കിൽ 98 ആയിരുന്നെങ്കിൽ പിന്നീട് 200-ന് മുകളിലേക്ക് വന്നെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന 200-ഉം അല്ല, 300-ഉം അല്ല, 400-ഉം അല്ല. അവർ പറയുന്ന കണക്ക് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകുന്ന, പേടിച്ചു പോകുന്ന കണക്കൊക്കെ, മിസ്സിംഗ് കണക്കുകളൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവ്യക്തമാണ്. എത്ര പേരെ ഇപ്പോഴും കാണാനുണ്ട് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. അവർ ഏതേത് മേഖലകളിൽ എങ്ങനെയൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവ്യക്തമാണ്. എന്തായാലും ഇന്നുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ആദ്യ 3 ദിവസങ്ങൾ നമ്മൾ എല്ലാവരുടെ പോയി എല്ലാ സ്ഥലങ്ങളും പരിശോധന നടത്തുകയായിരുന്നു. അത് ആദ്യ ദിവസങ്ങൾ അതേ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. ഇന്ന് 4-ാം ദിനം ഏതാണ്ട് രക്ഷാപ്രവർത്തനം ഓൾമോസ്റ്റ് തീരാറാവുന്ന സമയം അത് കൃത്യമായി പറയാൻ കഴിയും. ഇന്ന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി, കുറച്ചുകൂടി യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട്, JCBകൾ എത്തിച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായ ഒരു പരിശോധന നമ്മൾ കണ്ടു. മുണ്ടക്കൈ, പുഞ്ചിരിമട്ട, ചാലിയാർ, പുഴയോരമൊക്കെ മേഖലകളിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള 6 സോണുകളായി തിരിച്ചുകൊണ്ട് 40 അംഗ സംഘങ്ങളെ, ഓരോ സോണിലേക്കും 40 അംഗ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഈ 40 അംഗ സംഘങ്ങളിൽ തന്നെ അതത് മേഖലകളിലെ പ്രദേശവാസികളായ 2-3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ടീമാണ് പരിശോധന. അതിൻ്റെ പ്രയോജനം പരിശോധനയിൽ കാണുകയും ചെയ്തു. പ്രയോജനം എന്ന് ഞാൻ പറയുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ മൃതദേഹങ്ങൾ മണ്ണിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം വേദനാജനകമാണ്. നമുക്ക് ചില ടേംസൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിച്ചുകൂടാ എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പ്രജിൻ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ചാലിയാർ പുഴയോരത്തെ തിരച്ചിൽ കുറച്ചുകൂടി ശക്തമാക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടുന്നു, ഒരുപാട് ശരീരഭാഗങ്ങൾ കിട്ടുന്നു. ഇന്നിപ്പോൾ ഇരട്ടിപ്പാറ ആ മേഖലയിൽ 2 മൃതദേഹങ്ങൾ, ബാക്കി മൃതദേഹങ്ങൾ ആവശ്യമുള്ള ഒക്കെ കണ്ടു. അല്പസമയം മുൻപാണ് ഒരു വലിയ ചങ്ങാടത്തിലൊരു മൃതദേഹം ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട്, കമ്പുകളിൽ കെട്ടിയിട്ട് വലിയ അത്യധ്വാനം ചെയ്ത് ഒഴുക്കുള്ള പുഴയിൽ കൂടി ചങ്ങാടം കരയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആധുനിക സംവിധാനമുള്ള ഒരു ബോട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ലെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രദേശവാസികളാണ്. അവരൊക്കെ പ്രദേശവാസികളല്ലാതെ ഏതെങ്കിലും സേനയുടെയോ NDRFൻ്റെ ഭാഗമായ ആൾക്കാരല്ല. അവിടുത്തെ തദ്ദേശീയരായ ഈ പുഴയെ കൈവെള്ള പോലെ അറിയാവുന്ന പ്രദേശവാസികൾ. അവർക്ക് മാത്രമേ ആ ചങ്ങാടം ആ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ പ്രജിൻ. അപ്പം പ്രദേശവാസികൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ചാലിയാർ പുഴയുടെ ക്രിസ് ക്രോസ് പരിശോധന തുടരുന്നുണ്ട്. ഇന്ന് കൂടുതൽ സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കൂടുതൽ ശരീരങ്ങൾ ആ മേഖലയിൽ നിന്ന് കിട്ടുന്നു. ചാലിയാർ പുഴയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ പറയുന്ന പല മേഖലകളിൽ നിന്ന്. ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഏറെ അകലെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കഴിഞ്ഞ്, അത് കഴിഞ്ഞ് കുറേ അധികം സ്ഥലങ്ങൾ കഴിഞ്ഞ്, വനമേഖലകൾ കഴിഞ്ഞ്, കുറേ അധികം സ്ഥലം കഴിഞ്ഞ് പന്തിരങ്കാവ് ഭാഗത്തൊക്കെ ശരീരഭാഗങ്ങൾ കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ എത്രത്തോളം ദൂരത്തിലേക്ക് ഈ ശരീരഭാഗങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കുറേയധികം വനമേഖലയുണ്ട്, മനുഷ്യർ അധികം അങ്ങോട്ടേക്ക് പോകാത്ത കുറേയധികം വനമേഖലയുണ്ട്. ആ വനമേഖല
വനമേഖലയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഒരുപാട് പൊന്തക്കാടുള്ള സ്ഥലമാണ്. ആ പൊന്തക്കാടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 4-ാം ദിനമാണ്. ചേർത്ത് വായിക്കേണ്ടത് എസ് വിജയകുമാർ പറഞ്ഞ അവിടെ ഈ പുഞ്ചിരിമട്ട മേഖലകളിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ദുർഗന്ധമുയരുന്നു എന്ന് പറയുന്നത് വേദനാജനകവും സങ്കടകരവുമാണ്. 4-ാം ദിനമാണ്. ആ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങൾ ഈ രക്ഷാദൗത്യം ആഞ്ഞൂർജിതമാകുന്നത് ആശ്വാസകരമാണ് എന്ന് പറയാം പ്രജിൻ. എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഏതെങ്കിലും തരത്തിൽ അതിന് ക്ഷതമുണ്ടായി എന്നുള്ളതല്ല. തുടക്കം മുതൽ ഒറ്റ മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ കൃത്യമായി തന്നെ ആ രക്ഷാദൗത്യം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട പ്രജിൻ ചോദിച്ച മൂന്നാമത്തെ ചോദ്യം ഇവിടെ പുനരധിവാസം സാധ്യമാണോ എന്നുള്ളതാണ്. അതിന് ഒറ്റ നോട്ടത്തിൽ ഈ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കുറേ കാണുന്നുണ്ട്. നമ്മൾ പേർത്തും കാണുന്നു ആകാശ ദൃശ്യങ്ങൾ. സാധ്യമല്ല എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണുന്ന മറുപടി. കാര്യം അവിടെ ഭൂമിയില്ല പ്രജിൻ. ഭൂമി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടാൽ വീട് കെട്ടാം എന്ന് വെച്ചാൽ അവിടെ ഭൂമി ഒന്നാകെ ഇല്ലാതായി. വീടുകൾ ഒന്നാകെ ഒരൊറ്റ വീട് പോലും ഇനി കയറി താമസിക്കാൻ കൊള്ളാത്ത വണ്ണം അത് നാശമായി, അങ്ങേയറ്റം നാശമായി പോയ കാഴ്ച നമ്മൾ കണ്ടു. ഈ പറയുന്ന ഈ പുഞ്ചിരിമട്ടം മേഖലയുടെ കാര്യം പറയേണ്ട കാര്യം അത് ഈ ഉരുള് പൊട്ടി ഡയറക്റ്റ് വന്ന് ഇമ്പാക്റ്റ് വന്ന മേഖലയാണ്. ഒരൊറ്റ വീട് പോലും അവിടെ അടിത്തറ പോലും ഇല്ലാതെ തകർന്ന് തരിപ്പണമായ കാഴ്ച നമ്മൾ